ആൻഡ് ഫൈനലി നമ്മൾ അതെ കണ്ടോ. ഇനി നമ്മുടെ എന്ത് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം ആണ്, ഒഴിച്ച ഓയിൽ സെയിം ആണ്, ഫ്ലെയിം സെയിം ആണ്. പക്ഷേ ചിലവർക്ക് ചില ഇഷ്ടമുണ്ട്. ഇപ്പം നമ്മൾ ചോറ് കഴിക്കുന്ന പോലെയാ, വേവ് കുറവില്ല വേവ് കൂടുതൽ കുറവില്ല. നിങ്ങൾക്ക് വേവ് കുറവുള്ള ഉണ്ണിപ്പാണ് കഴിക്കുന്നുണ്ടെങ്കിൽ ഈ അറ്റത്ത് കഴിക്കുക, വേവ് കൂടുതലാണ് വേണ്ടതുണ്ടെങ്കിൽ ഷേപ്പുള്ള ഉണ്ണിയപ്പുണ്ടാണ്. സാധാരണ നിങ്ങൾക്ക് ഒരു വിചാരമുണ്ട് ഉണ്ണിയപ്പം എല്ലാ ഇതും കുഴിയും സെയിം ആയതുകൊണ്ട് തന്നെ ഒരേ അളവിൽ ഉണ്ടാക്കാൻ പറ്റുന്നു. അങ്ങനെയല്ല ഗൈസ്, നമുക്ക് പല പല ഷേപ്പിൽ ഉണ്ടാക്കാൻ പറ്റും. അതെ, ഒറ്റ പാത്രത്തിൽ തന്നെ. യെസ്. ആൻഡ് ഫൈനലി ആദ്യമായിട്ടായിരിക്കും വലിയ ധാരണയില്ലാത്ത രണ്ടുപേരും ഉണ്ടാക്കുന്നത്. അതെ, യെസ്. ആൻഡ് ഫൈനലി നമ്മള് മിൽമയുടെ നെയ്യ് ഉപയോഗിച്ച സ്പെഷ്യൽ 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 അല്ലെ ഓണം ഉണ്ണിയപ്പം വരുവാണ്. അപ്പോൾ അതിനെ എന്നെ എനിക്ക് തോന്നുന്നു മിൽമ കുറേ നമുക്കിവിടെ വീട്ടിൽ സ്ഥിരം സാന്നിധ്യമാണ് അല്ലേ. കുറേ ഐറ്റംസും നമുക്ക് മുമ്പിൽ കാണുന്ന പോലെ കുറേ ഐറ്റം ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഈ പറഞ്ഞ വീട്ടിലെന്തായാലും ഉണ്ടാവുന്ന ഒരു അതെ അതെ. അപ്പം അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റം കൂടിയാണ് അല്ലേ. യെസ്. ഇനി വേറെ ചടങ്ങുണ്ട്. ഇവിടെയാണ് ഷഫനയുടെ ഉള്ളിലെ അഭിനേത്രിനെ തിരിച്ചറിയാനുള്ള സമയം. നമ്മളിത് കഴിച്ചിട്ട് എക്സ്പ്രഷൻ വരും. ബെറ്റർ റോഹൻ ചെയ്തത്. അപ്പൊ എടുക്കൂ. ചൂട് അധികമില്ല. ഓ, ഉള്ളൊക്കെ അത്രയും സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഉള്ളു വെന്തുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കറക്റ്റ് സംഭവം സക്സസ് ആ സ്മെൽ കിട്ടുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ. ഉണ്ട്. യെസ്. ആക്ച്വലി കൊള്ളാം സംഭവം. കാര്യമായിട്ട് പറയാം, കൊള്ളാം. ആ പഴത്തിന്റെ ഫ്ലേവർ ആണെങ്കിലും അന്ന് ഇരിക്കുന്നുള്ളതാണെങ്കിലും അതിന് ചൂടില്ല അല്ലേ. നമ്മുടെ ഓണം നമ്മുടെ മിൽമ.